السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد. അവിക്കിയ ക്ലാസ് 97. പ്രിയപ്പെട്ട കൂട്ടുകാരെ, മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി തങ്ങള് ഇങ്ങനെയെല്ലാം ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിയിട്ട് അവസാനമായി മഹാനവർകള് ഒരു പണിയും ഇല്ലാത്ത വ്യക്തികൾ എങ്ങനെയാണ്, അഥവാ ദുനിയാവ് ഒഴിവാക്കി, ദുനിയാവിലെ ആളുകളെയും ഒഴിവാക്കി, അവരോടൊന്നും ടച്ചില്ലാതെ, അവരോടൊന്നും ബന്ധമില്ലാതെ, ദുന്യവിയായ ശുഗലുകളൊന്നുമില്ലാതെ ഇരിക്കുന്ന ആൾക്ക് അവൻ എങ്ങനെയാണ് അവന്റെ ജീവിതം ചിട്ടപ്പെടുത്തേണ്ടത് എന്ന ഒരു മാർഗനിർദ്ദേശമാണ് മഹാനവർകള് നമുക്ക് തരാൻ പോകുന്നത്. മല്ലാലഹു ശുഗലുൻ ബിദുനിയ താരിക്കൻ ദുനിയാലഹും മാ ബാലു ദാലിക യബ്തുല ഫബിഖിദ്മത്തി റബ്ബിൽ അലിയ്യി തനഉമ ബിസ്വലാത്തിഹി വതിലാവത്തി മുതശാഗില വഇദ അസ്സആമതു ഫിസ്സലാത്തി തഅറളത് فصل القرآن برهبة متأملا. فإذا من ഒരു വ്യക്തി ലാ ലഹു അയാൾക്കില്ല ശുഗലുൻ ബിദുനിയ ദുനിയാവ് കൊണ്ട് യാതൊരു ഏർപ്പാടും യാതൊരു ജോലിയും അവനിക്കില്ല. മാത്രവുമല്ല താരിക്കൻ അവൻ തന്നെ ഒഴിവാക്കുന്നവനായ ഹാലിൽ ദുനിയല്ലഹും അവരുടെ ദുനിയാവിനെ, ദുനിയല്ലഹും മന്നിനിക്ക് ലഫ്ളിലേക്ക് നോക്കുമ്പോൾ മുഫ്രദായിട്ടും മാനയിലേക്ക് നോക്കുമ്പോൾ ജംആയിട്ടുമാണ്. അപ്പോ മൻ ഒരുത്തർ, അത് മൻ ലാ ലഹു അവിടെ ലഹു എന്ന് മുഫ്രദാക്കി പറഞ്ഞു ലഫ്ളിലേക്ക് നോക്കിയിട്ട്, ദുനിയല്ലഹും അവിടെ മാനയിലേക്ക് നോക്കിയിട്ട് അവരുടെ ദുനിയാവിനെ ഒഴിവാക്കുന്നവനായ ഹാലിൽ മാ ബാലു ദാലിക അവന്റെ അവസ്ഥ എന്താണ്, സ്ഥിതി എന്താണ്, യബ്തുല അവൻ തന്നെ ഉപകാരമില്ലാത്ത കാര്യങ്ങൾ പ്രവർത്തിക്കുന്നവനായ ഹാലിൽ, ഒരു പണിയുമില്ലാത്തവൻ വെറുതെ ഇരിക്കരുത്. അവൻ പിന്നെ ഏതായാലും ദുനിയാവുകൊണ്ട് അവനക്ക് ജോലിയില്ല, അപ്പോൾ പിന്നെ ആഖിറത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകിക്കൊണ്ട് അവൻ സമയത്തെ വിനിയോഗിക്കണമെന്നാണ് മുസന്നിഫ് റഹ്മത്തുള്ളാഹി തങ്ങൾ പറയുന്നത്. അവന്റെ ജീവിതശൈലി എങ്ങനെയായിരിക്കണം, അതാണ് മഹാൻ പറയുന്നത്. ഫബിഖിദ്മത്തി റബ്ബിൽ അലിയ്യി മേലയായ അല്ലാഹുവിനിക്ക് ഖിദ്മത്തെടുത്തുകൊണ്ട് അവൻ ജോലിയാവണം, സേവനം ചെയ്യണം. എന്നിട്ട് തനഉമ തീർച്ചയായും ഇങ്ങനെ അവൻ മേലയായ റബ്ബിനിക്ക് ഖിദ്മത്ത് ചെയ്യുമ്പോൾ അവനിക്ക് സൗഖ്യം വരും, സുഖം വരും, സന്തോഷം വരും, ആനന്ദം വരും. എങ്ങനെയെല്ലാമാണ് അവൻ മേലയായ റബ്ബിനിക്ക് ഖിദ്മത്ത് ചെയ്യേണ്ടത്? ബിസ്വലാത്തിഹി അവന്റെ നിസ്കാരം കൊണ്ട്, വതിലാവത്തിൻ ഖുർആൻ പാരായണം കൊണ്ടും, മുതശാഗില അവൻ തന്നെ ജോലിയിൽ ഏർപ്പെട്ടവനായ ഹാലിൽ. അപ്പോൾ അവന്റെ ജോലി പിന്നെന്താണ്? ഖുർആൻ പാരായണം, നിസ്കാരം. അങ്ങനെ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും
നിസ്കരിക്കുമ്പോഴൊക്കെ മടുപ്പും കാര്യങ്ങളൊക്കെ വന്നാൽ പിന്നെ അവന് സ്വീകരിക്കേണ്ട ശൈലി എന്താണ്? നിസ്കാരവേളയിൽ മടുപ്പ്, ക്ഷീണം സമാഗതമായാൽ, സംജാതമായാൽ, അവനിക്ക് മടുപ്പ് തോന്നിയാൽ ഫസ്ലുൽ ഖുർആന, അവൻ ഖുർആൻ ഓതാൻ വേണ്ടി തയ്യാറാകണം. ഒന്നിൽ നിന്നും അടുക്കുമ്പോ മറ്റൊന്നിലേക്ക്, അവിടെയും വെറുതെ ഇരിക്കരുത് എന്നാണ് ഇപ്പോ മനസ്സിലാകുന്നത്. കാരണം വെറുതെ ഇരിക്കുമ്പോൾ അത് അവനെ മറ്റു തെറ്റ് കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ നിസ്കാരത്തിൽ മടുപ്പ് തോന്നിയാൽ ഖുർആൻ പാരായണത്തിൽ, ആ ഖുർആൻ പാരായണം തന്നെ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ബിറുഹ്ബത്തിൻ, പേടിയോടുകൂടെ, ഭയഭക്തിയോടുകൂടെ, മുത്തഅമ്മിലൻ, അർത്ഥം ചിന്തിച്ചവനുമായ ഹാലിൽ. അങ്ങനെ ഈ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ അവനിക്ക് മടുപ്പ് വരികയാണ്. വഇദാ സഇംത തിലാവതൻ ഫൻസിൽ ഇലാ ദിക്രിൻ ബിഖൽബിൻ വല്ലിസാനി മുകമ്മില. വഇദാ സഇംത, നീ ക്ഷീണമുള്ളവനായാൽ, മടുപ്പുള്ളവനായാൽ, തിലാവത്തൻ, ഖുർആൻ പാരായണത്തെ നീ മടുത്താൽ, അപ്പോൾ ഫൻസിൽ, നീ നീങ്ങിക്കോ, ഇലാ ദിക്രിൻ ബിഖൽബിൻ വല്ലിസാനിൻ, ദിക്ർ ചൊല്ലാൻ വേണ്ടി ഖൽബ് കൊണ്ടും നാവ് കൊണ്ടും, രണ്ടും കൂടെ, രണ്ടിന്റെയും സാന്നിധ്യത്തിൽ, ഹൃദയ സാന്നിധ്യത്തോടുകൂടെയും നാവോടുകൂടെയും, മുഖമ്മിലൻ, നീ തന്നെ പൂർത്തിയാക്കുന്നവനായ ഹാലിൽ. അഥവാ നാവും ഖൽബും കൂടെ കൂടുമ്പോ ആ ദിക്റിനൊരു പൂർണ്ണത കിട്ടും. അപ്പോൾ രണ്ടും കൂടെ കൂടിയിട്ടുള്ള ആ ദിക്ർ ചൊല്ലണം. അങ്ങനെ അതും അവനിക്ക് മടിപ്പ് വന്നാൽ സുമ്മദ്കുറൻ, പിന്നെ നീ ദിക്ർ ചൊല്ലിക്കോ, ബിൽ ഖൽബി, നിന്റെ ഖൽബ് കൊണ്ട്, ഖൽബിയായ ദിക്ർ. വഹുവ മുറാഖബത്തുൻ, തീർച്ചയായും ഖൽബ് കൊണ്ടുള്ള ദിക്റാണ് മുറാഖബ എന്ന് പറയുന്നത്. അള്ളാഹു തന്റെ മുമ്പിലുണ്ട്, ഞാൻ അള്ളാഹുവിന്റെ മുമ്പിലാണ് ഇരിക്കുന്നത് എന്ന, ഞാനിപ്പോൾ സാന്നിധ്യത്തോടുകൂടെയാണ് ഇരിക്കുന്നത് എന്ന ആ ഒരു ചിന്തയിലുള്ള ദിക്ർ. ലാ തഷ്തഗിൽ, നീ ഒരിക്കലും ജോലിയാവരുത്, ഏർപ്പെടരുത്, ബിഹദീസി നഫ്സിൻ, നിന്റെ ഹൃദയവർത്തമാനം കൊണ്ട്, മുഹ്മില, നീ തന്നെ മേൽ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം വെടിയുന്നവനായ ഹാലിൽ, ഉപേക്ഷിക്കുന്നവനായ ഹാലിൽ. എന്താണ് ഇങ്ങനെ പറയാനുണ്ടായ കാരണം? ഫഹദീസു ഖൽബിൻ ഫഹദീസു നഫ്സിൻ, തീർച്ചയായും നിന്റെ ഹൃദയ സംസാരം, കൽ കലാമി ബി അൽസുനിൻ, നാവുകൊണ്ടുള്ള യഥാർത്ഥ വർത്തമാനം പോലെ തന്നെ, യഖ്സൂ ബിഹി ഖൽബുൻ, നിന്റെ മനസ്സ് അത് മുഖേന കാഠിന്യമുള്ളതായിത്തീരും, നിന്റെ കഠിന ഹൃദയത്തിന്റെ ഉടമസ്ഥനായിത്തീരും നീ. അതുകൊണ്ട് ഫലാ തകു, നീ ആവരുത്, ഫാഇല, ആ ഹൃദയം കൊണ്ടുള്ള സംസാരം നിന്റെ കൽബിനെ കാഠിന്യമാക്കുന്ന അവസ്ഥയിലേക്ക് നീ പ്രവർത്തിക്കുന്നതിനാകരുത് എന്നാണ് മഹാനായ മുസന്നിഫ് റഹ്മത്തുള്ളാഹി തങ്ങള് നമ്മോട് പറയുന്നത്. അഥവാ മഹാനായ മുസന്നിഫ് റഹ്മത്തുള്ളാഹി തങ്ങള് യഅനി അന്നമൻ കാന ലൈസ ലഹു ശുഗ്ലുൻ ബിദ്ദുനിയ വകാന താരികൻ ലിഅഹ്ലിഹ ഫലൈസ ശഅ്നുഹു അൻ യകൂന ബത്താലൻ ലാ യശ്തഗിലു ബിൽ ഇബാദത്തി. ദുനിയാവ് വെടിഞ്ഞവൻ, ഒഴിവാക്കിയവൻ, ദുനിയാവിലെ ആളുകളെയും ഒഴിവാക്കിയവൻ ഒരിക്കലും തെറ്റുകുറ്റങ്ങളിൽ മുഴുകുന്നവനാകാൻ പാടില്ല. ദുനിയാവ് ഒഴിവാക്കിയത് കൊണ്ട് മാത്രം തെറ്റില്ലായിരിക്കുന്നില്ലല്ലോ. അപ്പോൾ പിന്നെ അവനിക്ക് പറ്റിയ പണി, ബൽ ശഅ്നുഹു, അവന്റെ പണി, അവന്റെ ജോലി, അൻ യശ്തഗില ബിൽ ഇബാദത്തി, ഇബാദത്തുമായിട്ട് അവൻ ജോലിയാവലാണ്. ഫയകൂനു മുതനഇമൻ, അപ്പോൾ അവൻ ആരാകും? സുഖിക്കുന്നവനാകും. ബിഖിദ്മത്തി റബ്ബിൽ അഅല, മേലയായ റബ്ബിനിക്ക് ഖിദ്മത്ത് എടുക്കൽ കൊണ്ട്. മുസ്തഖിലൻ ബിസ്സലാത്തി വത്തിലാവത്തി, يعني أنه يشتغل بالصلاة مثلا ما دام منشرحا
കൽബിനിക്ക് വല്ലാത്ത ആനന്ദമുണ്ടാകുമ്പോൾ റാഹത്തുണ്ടാകും, നല്ല മനസ്സ് നല്ല തെളിഞ്ഞ അവസരത്തിൽ നിസ്കാരവുമായി ജോലിയാവണം. അതിൽ പിന്നെ മടുപ്പ് തോന്നിയാൽ പെട്ടെന്ന് ശുദ്ധമായ ഖുർആൻ പാരായണത്തിലേക്ക് അവൻ വരണം. അതിലും മടുപ്പ് തോന്നിയാൽ ദിക്റിലേക്ക് വരണം. ആ ദിക്ർ തന്നെ കൽബ് കൊണ്ടും ലിസാന് കൊണ്ടും നാവ് കൊണ്ടും കൂടെയുള്ള ദിക്റായിരിക്കണം. അതിലും മടുപ്പ് തോന്നിയാൽ മുറാഖബിയ എന്ന അവസ്ഥയിലേക്ക് എത്തുന്ന രൂപത്തിൽ അഥവാ ഖൽബിയായ ദിക്ർ കൊണ്ടവൻ ജോലിയാവണം. അതാ ഹത്താ കഅന്നഹു ബൈന യദൈഹി, ഞാൻ അല്ലാഹുവിന്റെ മുമ്പിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് എന്നുള്ള അവസ്ഥയിലുള്ള ദിക്ർ. അതും അവനിക്ക് അജിസായി കഴിഞ്ഞാൽ അവനിക്ക് പിന്നെ ഇങ്ങനെ വേണ്ടാത്ത ചിന്തകളും വിചാരങ്ങളും കൽബിലേക്ക് വരുമ്പോ അഥവാ അത് കൊണ്ടുവരുന്ന ആൾ ആരാണ്? അവന്റെ ഹൃദയ സംസാരമാണ്. ആ സമയത്ത് അവൻ ഫൽ യനം, അവൻ ഉറങ്ങാൻ കിടക്കണം. ഫഇന്ന ഫിന്നൗമി സലാമ, തീർച്ചയായും അവന്റെ ഉറക്കിൽ അവനിക്ക് ഇത്തരം ഹൃദയ സംസാരത്തിന്റെ ശർറിൽ നിന്നുള്ള രക്ഷയുണ്ട്. മഹാനായ സുഫിയാൻ സൗർ റഹ്മത്തുള്ളാഹി പറയാ, ഖാന മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ ഹൃദയ സംസാരത്തിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇദാ തഫറഉ, അവരൊക്കെ ദുന്യവി എന്തായി ഉറങ്ങാൻ കിടക്കുമായിരുന്നു എന്ന്. എന്താണ് വായിക്കാൻ കിട്ടുന്നില്ല, മാഞ്ഞു പോയിട്ടുണ്ട്. ആയതുകൊണ്ട് വലാ യംബഗി ലിതാലിബിൽ ആഖിറതി അൻ യശ്തഗില ബിൽ കലാമി വഹദീസുൻ നഫ്സ്, ആഖിറത്ത് ചിന്തിക്കുന്ന ആഖിറത്ത് തേടുന്ന ഒരുത്തൻ ദുന്യവിയായ സംസാരങ്ങളിലും ഹൃദയ സംസാരങ്ങളിലും ജോലിയാവരുത്. അന്ന കിലൈഹിമ, ഇത് രണ്ടും യഖ്സൂ ബിഹിൽ ഖൽബ്, അത് മുഖേന അവന്റെ ഖൽബ് കാഠിന്യമുള്ളതാകും. മഹാനായ സഹ്ലി എന്നവർ പറഞ്ഞു, അസ്വഉൽ മആസി, ദോഷങ്ങൾ വെച്ച് ഏറ്റവും മോശമായ ദോഷം ഹദീസുൻ നഫ്സി, ഹൃദയ സംസാരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അത്തരം തെറ്റുകുറ്റങ്ങൾ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.